ഗൈസ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ ഒരു എല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പിന് തുല്യമായിട്ട് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും iOS-ലും ഡെസ്ക്ടോപ്പ് വേർഷനും അതേസമയം നമ്മുടെ ആൻഡ്രോയിഡ് TV വേർഷനും എല്ലാം ഉണ്ട്, അവൈലബിളാണ്. അതേസമയം വാട്സാപ്പിന് ആൻഡ്രോയിഡ് TV വേർഷനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിന് സെർച്ച് ബട്ടണിൽ പോയി ടൈപ്പ് ചെയ്യുക അറാട്ടെ, ARATTAI അറാട്ടെ എന്ന് പറയുമ്പോൾ വരും, അറാട്ടെ മെസ്സഞ്ചർ എന്നൊക്കെ വരും. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുക. അറാട്ടെ മെസ്സഞ്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആപ്ലിക്കേഷൻ വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇത്രയും സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സംഭവങ്ങൾ, മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. പ്രോസസ്സ് എല്ലാം സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുക. ഇനിയും ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത്, വാട്സാപ്പിൻ്റെ എല്ലാ സംഭവങ്ങളും എടുത്തുണ്ട്. പ്ലസ് അതാണ് വാട്സാപ്പിന് ഇല്ലാത്തതുകൊണ്ട്. മനസ്സിലായോ? വാട്സാപ്പിനുള്ള നമ്മൾ സാധാരണ മെസ്സേജ് അയക്കുന്നു, നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് തന്നെ മെസ്സേജ് അയക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. വീഡിയോ കോൾ ചെയ്യാം, വോയിസ് കോൾ ചെയ്യാം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ അഡ്രസ് ബുക്കിലുള്ള എല്ലാം ഈ നമ്മുടെ അരട്ടയിലുള്ള കോണ്ടാക്ട്സുമായിട്ടെല്ലാം സിങ്ക് ആയിക്കോളും. നമ്മളങ്ങനെ പെർമിഷൻ കൊടുത്താൽ സിങ്ക് ആവും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം അതിനകത്ത് കാണാം, മെസ്സേജ് അയക്കാം, എല്ലാം വാട്സാപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിലൊരു സംഭവം പ്രധാനപ്പെട്ട എൻ്റെ വാട്സാപ്പ് ഇല്ലാത്ത എല്ലാം ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം. മീറ്റിംഗ് ഷെഡ്യൂൾ നമുക്ക് മീറ്റിംഗ് ഹോസ്റ്റ് കൺട്രോൾ ചെയ്യാം, ആ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യാം, മീറ്റിങ്ങിൻ്റെ ടൈമിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് വേണമെങ്കിൽ മീറ്റിംഗ് വെക്കാം, ലൈവ് മീറ്റിംഗ് അല്ലാതെ തന്നെ നടത്താം. എല്ലാ ഫീച്ചേഴ്സും ഇങ്ങനെയുള്ള സംഭവം മീറ്റിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ പുതിയ അപ്ഡേറ്റ്സ് അതിനകത്ത് വരുമായിരിക്കും. എന്തായാലും നമ്മളാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് അമേരിക്കൻ ആപ്ലിക്കേഷൻ ആശ്രയിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു കാര്യം കൂടെ വേണം, കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം മൊബൈൽ പ്ലാറ്റ്ഫോമിന്. ഇപ്പം ആൻഡ്രോയിഡ് അമേരിക്കൻ ബേസ്ഡാണ്, iOS നോക്കിയാലും അമേരിക്കൻ ബേസ്ഡാണ്. നമുക്ക് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ വന്നു കഴിഞ്ഞാൽ അത് അനുസരിച്ച് പിന്നെ നമുക്കൊരു ആപ്പ് സ്റ്റോറും, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടുന്ന ഒരു ആപ്പ് സ്റ്റോറും കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം അതിനകത്തും വരും. ആ രീതിയിലുള്ള പ്ലാറ്റ്ഫോമിൽ മൊബൈലുകൾ ഇറങ്ങും. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. നമ്മളല്ല പിന്നെ ആര് പ്രൊമോട്ട് ചെയ്യും? അത് സിമ്പിളാണ്, വാട്സാപ്പ് പോലെ തന്നെ ഉപയോഗിക്കാം. അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പം നമ്മുടെ പ്രത്യേകിച്ച് പറയുന്നു, സബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. ഓക്കെ, ബൈ.